എൽത്തുരുത്ത് വോളിബോൾ അസോസിയേഷന്റെ 32ാമത് ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. എൽത്തുരുത്ത് വോളിബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 33ാമത് ഓണാഘോഷ പരിപാടികൾ ശ്രീ വിദ്യാപ്രകാശിനി സഭാവക ശ്രീ കുമാരസുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ നടന്നു. സെക്രട്ടറി കെ.ഡി. മധു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷത വഹിച്ചു. എൽത്തുരുത്ത് ശ്രീ കുമാരസുബ്രഹ്മണ്യ ക്ഷേത്ര മേൽശാന്തി കെ. അനിരുദ്ധൻ ശാന്തി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ പ്രവർത്തനത്തിൻ്റെ നാട് ഒത്തുചേർന്നുകൊണ്ട് ഉള്ളൊരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അത് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇത്ര വർഷമായിട്ടും ആ സംഘടന അത്രയും ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ജാതിമതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ എൽത്തുരുത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടി കൂടി ഒത്തിണങ്ങിക്കൊണ്ട് സംയുക്തമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷം. കാരണം ഈ ഒത്തൊരുമയാണ് നാടിന് ആവശ്യം. അത് തന്നെയാണ് ഇന്ന് ഇല്ലാതെ പോകുന്നത്. പക്ഷേ ആ ഒരു കൂട്ടിച്ചേരൽ ഇവിടെ നടന്നു പോകുന്നു. കാരണം നമുക്കറിയാം, ഇവിടെ പൂയ മഹോത്സവമൊക്കെ വളരെ ഭംഗിയായി നാടിൻ്റെ ഉത്സവം കൊണ്ടാടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ കലാകായിക രംഗത്തൊക്കെ തന്നെ അതുപോലെ തന്നെ കുട്ടികളിലുള്ള കായിക പ്രേമികളെയൊക്കെ വളർത്തുന്നതിന് വേണ്ടി ഒത്തിരി നാളുകളായിട്ട് സംഘടിപ്പിച്ചു പോരുന്ന ഒരു വോളിബോൾ അസോസിയേഷൻ. അതിന് ഭാവി വാഗ്ദാനങ്ങളൊക്കെ തന്നെ പി.കെ. പരമേശ്വരൻ മാസ്റ്റർ, ഡോക്ടർ മയൻ ശ്രീരുദ്രൻ, ബിജോയ് ബാബു, ധനുഷ സന്യാൽ എന്നിവരെ ആദരിച്ചു. പ്രസിഡന്റ് പ്രൊഫസർ സി.ജി. ചെന്താമരാക്ഷൻ, കെ. രാധാകൃഷ്ണൻ, എം.എസ്. വിനയകുമാർ, സന്ധ്യ സദാനന്ദൻ, ഇ.എസ്. രതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഓണക്കളി. ഇവിടെ കണ്ടമാനം ക്ലബ്ബുകൾ എൽത്തുരുത്തിലുണ്ട്, കണ്ടമാനം നേതാക്കന്മാരുണ്ട്. ഒരു ചരിത്രം തന്നെ തിരുത്തിയെഴുതാൻ കഴിയുന്ന ലെവലിലേക്കുള്ള നേതാക്കന്മാര് വളർന്നതും കലാകാരന്മാര്, സ്പോർട്സുകാര്, സിനിമാക്കാര് എൽത്തുരുത്തിൽ അനേകം കലാകാരന്മാര്, സ്പോർട്സ് താരങ്ങളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരുമുള്ള എൽത്തുരുത്ത് മണ്ണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. എൽത്തുരുത്ത് വോളിബോൾ അസോസിയേഷന്റെ പിരിവിനായി നിങ്ങളുടെ കുടുംബത്തെത്തുമ്പോൾ നിങ്ങൾ തരുന്ന സേവനമായിട്ടുള്ള മനസ്സ് തുറന്നുള്ള സംഭാവനയാണ് ഈ സംഘടനയുടെ വിജയം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കെ.എസ്. അനിൽകുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് വൈകിട്ട് വനിതാ ടീമുകൾ പങ്കെടുത്ത സൗഹൃദ ഓണക്കളിയും നടന്നു. ചൂടുള്ള ചുംബനം പിന്നിലച്ചിക്കുന്ന നാളുകളെന്നു വരും. ഓഗസ്റ്റ് 22 മുതൽ ആരംഭിച്ച ഓണക്കളികളും വിനോദ മത്സരങ്ങളും സമാപന ദിവസത്തെ സാംസ്കാരിക പരിപാടികളോടെ അവസാനിച്ചു.